ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി മോർണിംഗ് അന്നത്തെ ദിവസത്തെ അന്നത്തെ മാർക്കറ്റിനെ പറ്റി യൂറോ USD അന്നത്തെ ബയാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈവനിങ്ങില് ഈ ഒരു വ്യൂ എന്തായി, അല്ലെങ്കിൽ ട്രേഡ് ഏത് എക്സിക്യൂട്ട് ചെയ്തു, എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്, പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി ബേസിസിൽ വീഡിയോ ഇട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 29th April മാർക്കറ്റിന്റെ മാർക്കറ്റ് എങ്ങോട്ട് പോകാനാണ് ഹയർ ചാൻസ് എന്നുള്ള ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് 1 month ടൈം ഫ്രെയിം ആണ് നമ്മൾ എവരി വീഡിയോയിലും 1 month നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1 month ടൈം ഫ്രെയിം ആണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1 month ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് വരും. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ഷൻ ഡൗൺ സൈഡിലോട്ടുള്ള ഒരു റിയാക്ഷൻ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് 1 weekലോട്ട് നോക്കാം. 1 week ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റില് ഇതിന് മേലെ, അതായത് ഇതാണ് പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ഹയർ ഹൈ, അതിന് മേലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ടെങ്കിലും ഒരു സ്വീപ്പാണ് നടന്നിരിക്കുന്നത്. സോ സ്വീപ്പ് ആവുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവിടെ നിന്ന് നമുക്കപ്പോൾ ഒരു നല്ലൊരു റിജക്ഷൻ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഒരു മേജർ ഹൈ സ്വീപ്പ് ചെയ്തിരിക്കുന്നു, മാർക്കറ്റ് ഡൗൺ സൈഡ് വീണിട്ടുമുണ്ട്. ഇതാണ് നമ്മുടെ എന്തുള്ളത്, MSS എന്ന് പറയും, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉള്ളത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നെക്സ്റ്റ് വരുന്നത് 1 day ടൈം ഫ്രെയിം ആണ്. 1 day ടൈം ഫ്രെയിമില് ഇനി നമുക്ക് ആന്റിസിപ്പേഷൻ ആണ് വേണ്ടത്. അതായത് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വ്യൂ നമുക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം 1 month ടൈം ഫ്രെയിം, ഈ 1 month ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ടോട്ടലി ഉള്ള ഒരു ആൻറ്റിസിപ്പേഷൻ. അല്ലെങ്കിൽ മാർക്കറ്റിനോട് നമ്മൾക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പറയാൻ തോന്നുന്നു മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ സൈഡ് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഓർഡർ ബ്ലോക്കിൽ മിസ്റ്റേക്ക് ചെയ്ത് ഈ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കായിരിക്കും മോസ്റ്റ്ലി പോകുന്നത് എന്നുള്ള ഒരു വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഫൈൻ. അങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ലാസ്റ്റ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് ഇതാണ് ഏറ്റവും ലോവർ ലോ ആയിട്ട് വരുന്നത്. ലോവർ ലോയിന് ശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക്, ഒരു അപ് സൈഡിലോട്ട് പുൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പുൾ ബാക്ക് എവിടെ നിന്നായിരിക്കും അവസാനിക്കുന്നത്? ഈ പുൾ ബാക്ക് നമുക്ക് ഡൗൺ സൈഡ് ആണല്ലോ എക്സ്പെക്ട്. സോ ഡൗൺ സൈഡിലോട്ട് പോകാനായിട്ട് എവിടെ നിന്നും ഈ ഒരു പുൾ ബാക്ക് അവസാനിക്കും. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇൻഡ്യൂസ്മെന്റ് ആയിരുന്നു. SMC അറിയുന്നവർക്കറിയാം ഇൻഡ്യൂസ്മെന്റിനെ പറ്റി. സോ നമ്മളൊരു ഇവിടെ ഇൻഡ്യൂസ്മെന്റ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓഡിയോ അതല്ലെങ്കിൽ ഒരു 50%-ലോ നമുക്ക് സൂപ്പറായിട്ട് എൻട്രീസ് പ്ലേസ് ചെയ്യാം. ഇതാണ് നമ്മുടെ 50%. ഇത് OB ആണോ? അല്ല, ഇതൊരു ഡിസ്പ്ലേ സോൺ മാത്രമാണ് ലോജിക്കലി. ഇതിന് പ്രോപ്പർ ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് ഫാൾ നടന്നിട്ട് ഇപ്പൊ ഇതൊരു നല്ലൊരു ഡിസ്പ്ലേ സോൺ ആണ്. ഇതിന്റെ മേലെ ഏതൊരു റേഞ്ചിലും പാരലൽ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി മോഡൽസ് എവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് അതിന്റെ 50%-ലാണോ എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പൊ നോക്കിയേ, ഇത് അതിന്റെ 50%-ലും കൂടിയാണ്. സോ 50%-ൽ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യാനുള്ള ഈ ഇതേപോലെ ഓർഡർ ബ്ലോക്കും ഒന്നും ഇല്ലാത്ത സിനാരിയോസിൽ കൂടുതലും 50%-ൽ തന്നെ മാർക്കറ്റ് റിയാക്ട് ചെയ്യാറുണ്ട്. സോ 50%-ൽ നിന്ന് മാർക്കറ്റ് റിയാക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ വാലിഡ് ആക്കി എടുക്കാം. ഇനി അതിന് നമുക്ക് കുറച്ചും കൂടി സ്ഥിരീകരിക്കാൻ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അതിലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ആ ഒരു ഓർഡർ ബ്ലോക്ക്, അതായത് മീൻസ് ആ ഒരു സപ്ലൈനെ സ്വീപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇത് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് സപ്ലൈ ആണെങ്കിൽ ഇവിടെ സപ്ലൈ എടുത്തിട്ട് മാർക്കറ്റ് ഏത് വരെ പോകാനായിരിക്കും ഹയർ ചാൻസ്? ഇനി ഒരു ലോവർ ലോയും കൂടി ഉണ്ടാക്കാനായിരിക്കും. ഇതാണ് ഓൾറെഡി ഉള്ള ലോവർ ലോ. ഇതിന് താഴെ മാർക്കറ്റ് പോയി ഒരു ന്യൂ ലോവർ ലോ ഉണ്ടാക്കാനായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്ലാൻ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ വ്യൂ എങ്ങനെയാണ്? ഡൗൺ സൈഡ് ആണെങ്കിൽ ഉള്ള വ്യൂ ആണ്. നമ്മുടെ ഓൾറെഡി ഉള്ള ആന്റിസിപ്പേഷൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിന്റെ ഓർഡർ ബോക്സിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി. ഇനി മാർക്കറ്റ് താഴോട്ടേ പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ താഴോട്ടുള്ള ലെവൽസ് ഏതൊക്കെയാണ്, താഴോട്ട് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഏരിയ എന്ന് തിരിച്ചു പോവാം എന്നുള്ളതാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇത് 1 day ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതുവരെയാണ് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇതുവരെ താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്കൊരു ഏരിയ കിട്ടി. മാർക്കറ്റ് ഇവിടെ നിന്നും ഇവിടം വരെ പോകാനുള്ള ഹയർ ചാൻസ് നമുക്ക് കാണാനായിട്ട് പറ്റി. ഇനി 4 hour ടൈം ഫ്രെയിമിലോട്ട് മാറാം.
4 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പോ നമ്മുടെ 1 ഡേ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്ക് സ്റ്റിച്ച് ചെയ്യുന്നു, മാർക്കറ്റ് സൂപ്പറായിട്ട് സ്ട്രക്ചർ സ്വിച്ച് ആകുന്നു, മാർക്കറ്റ് ഫാൾ ചെയ്യുന്നു. ഈ ഒരു ഫാളില് നമ്മൾ ഓൾറെഡി ഒരു എടുത്ത് $150 പ്രോഫിറ്റ് നമ്മൾ എടുത്തിരുന്നായിരുന്നു. അപ്പൊ ഈ ഒരു സ്വിങ് നോക്കിയേ, മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഇവിടെ നിന്നും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടം വരെ ഫാൾ ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി ഈ ഒരു രീതി വരെ ഫാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫാളില് ഈ ഒരു ഫാളിനകത്ത് മേജർ ആയിട്ട് ഇതിന്റെ ഒരു ലോവർ ടൈം ഫ്രെയിം 1 hour അല്ലെങ്കിൽ ഇതിലൊക്കെ നോക്കുമ്പോൾ എക്സാക്ട്ലി ഒരു ഓർഡർ റേഞ്ച് ഉണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിലാണ്. ഇത് ഒരു 15 മിനിറ്റ്സിൽ അല്ലെങ്കിൽ 4 hour ഒരു ഓർഡർ ബ്ലോക്ക് കൂടിയാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ഓർഡർ ഇവിടെയായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. എന്തുകൊണ്ടാണ്? ഇതിന് പ്രോപ്പർ ഇതുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. ഈ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് വീണിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത്. നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തു $150 പ്രോഫിറ്റില്. ഇനി നേരത്തെ നമ്മുടെ വ്യൂ എവിടെ വരെ മാർക്കറ്റ് പോകുന്നായിരുന്നു, ഇവിടം വരെ മാർക്കറ്റ് പോകുന്നതാണ്. പക്ഷെ ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചറിന് എന്തൊക്കെയുണ്ട്, ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. എവിടെ 4 hour ഇതിലൊരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. നമുക്ക് ഓൾറെഡി മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുന്നത് അറിയായിരുന്നു. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് കിട്ടി, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി, ഇതിന്റെ മേലെ വേറെ PDRAs കാര്യമായിട്ട് ഇല്ല. അപ്പോ നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ലൊരു മൊമെന്റം കിട്ടുകയാണെങ്കിൽ, ഒരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യായിരുന്നു. ഓൾറെഡി കിട്ടി, എൻട്രി പ്ലേസ് ചെയ്തു. അപ്പൊ നമ്മുടെ അപ്പൊ ഇതിന്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് അല്ലെ. കാരണം ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് കഴിഞ്ഞിട്ട് ഇനി മാർക്കറ്റ് ഇവിടുത്തെ സപ്ലൈ എടുത്തിട്ട് മാർക്കറ്റ് എവിടെ ഇത് ചെയ്യണം, ഇവിടെ ഡംപ് ചെയ്യണം. ഇത് നമുക്ക് എക്സ്ട്രീം കിട്ടി. അപ്പോൾ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ താഴെ വരെ പോകുന്നു കിട്ടി, 4 hour ടൈം ഫ്രെയിമിൽ അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും പോകുന്നുള്ള ഒരു കിട്ടി. സോ നമുക്ക് ഇവിടം വരെ എയിം ചെയ്ത് എൻട്രീസ് പ്ലാൻ ചെയ്യാനായിട്ട് വരും. കറക്റ്റ് അല്ലേ. ഇനി നമ്മൾ 1 hour ടൈം ഫ്രെയിമിൽ പോവാം. 1 hour ടൈം ഫ്രെയിമിൽ പോകുന്ന സമയത്ത് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മേജർ ആയിട്ടുള്ള, അതായത് നിങ്ങൾ ഇവിടെ നിന്നൊക്കെ നോക്കിയോ, ഇവിടെ നിന്നുള്ള ഫാളിലാണെങ്കിലും ഓർഡർ മിറ്റിഗേഷൻ ചെയ്തിട്ട്, ഇവിടെ നിന്നുള്ള ഫാളിലും ഓർഡർ മിറ്റിഗേഷൻ ചെയ്ത്, ഇവിടെ എല്ലാവരുടെയും ഓർഡർ മിറ്റിഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ബട്ട് ഈ ഒരു ഫാള് കാണാം. ഈ ഒരു ഫാള് കണ്ടിന്യൂസ് നല്ല രീതിയിൽ ഫാളായിട്ട് പിന്നെ ഈ റേഞ്ചിലോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല. ഇവിടെ നിന്ന് ഓർഡേഴ്സ് കളക്ട് ചെയ്തില്ല, പക്ഷെ ഇവിടെ നല്ല രീതിയിൽ ഫാള് നടന്നിട്ടുണ്ട്. ഓർഡേഴ്സ് പിന്നെ കളക്ട് ചെയ്യാൻ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു കളക്ഷൻ ആയിരുന്നു നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്, നമ്മൾ പ്രൈസ് ആക്ഷൻസ് അല്ലെങ്കിൽ ഈ പ്രൈസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഒരു ഏരിയയിൽ മേജർ പ്രോബബിലിറ്റി ഉണ്ട് എന്ത് ചെയ്യാൻ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഓർഡേഴ്സ് കളക്ട് ചെയ്ത് താഴോട്ട് വീഴാൻ എന്നുള്ളൊരു ആന്റിസിപ്പേഷനിൽ നമ്മൾ എത്തിയും അവിടെ നിന്നാണ് ആ ട്രേഡ്സിന്റെ ഒരു ഇതിലോട്ട് നമ്മൾ വന്നതും ചെയ്തത്. ഇനി അടുത്തത് ഈ ഒരു 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇതാണ് ഒരു മേജർ ആയിട്ടുള്ള ലെവല്. സോ ഇതിലോട്ട് മാർക്കറ്റ് വരികയാണ് എന്നുള്ളൊരു വ്യൂ കിട്ടി. കറക്റ്റ്. ഇനി മാർക്കറ്റ് ഇപ്പോ എവിടെ നിന്നാണ് റിവേഴ്സ് ആയിരിക്കുന്നത്, അത് 4 hour പോയാൽ ക്ലീൻ ആയിട്ട് കാണാമായിരുന്നു, ഞാനത് മിസ് ചെയ്തു പറയാം. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. 4 hour മാർക്കറ്റ് റിയാക്ട് ചെയ്ത ഏരിയ നോക്കിയേ, എവിടെ നിന്നാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്, അതൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഫാബ് ഉണ്ട്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ മാർക്കറ്റ് ക്ലീൻ ആയിട്ട് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, റിയാക്ട് ചെയ്ത് മേലോട്ട് പോയിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ആന്റിസിപ്പേഷൻ നമ്മൾ ടോട്ടലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ട് ഡൗൺ സൈഡ് ആണ്. എന്തുകൊണ്ട്, ഇവിടെ ഒരു ഡെയിലി ഓബി ഉണ്ട്, ഡെയിലി സപ്ലൈ ഉണ്ട്, അത് സ്വീപ്പ് ചെയ്തു. സോ മാർക്കറ്റിന് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു റേഞ്ച് വരപ്പോ ഇതിന് എഗെയിൻസ്റ്റ് നടക്കാലോ, അതായത് അപ്സൈഡിലോട്ട് പോകാലോ. സോ അപ്സൈഡിലോട്ട് നമ്മളുടെ വ്യൂ തെറ്റി എപ്പോഴും പോകണമെങ്കിൽ അതിന് എന്ത് നടക്കണം, നമ്മളുടെ മേജർ ആയിട്ടുള്ള ലെവൽസിനെ എന്ത് ചെയ്യണം, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. എക്സാമ്പിൾ ഇതിപ്പോ ഒരു സ്വീപ്പ് ഉണ്ട്, എഗെയിൻ ഇവിടെ പോയി സ്വീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ മാർക്കറ്റിന്, ഇല്ല. സ്വീപ്പ് മേ ബി നടക്കാം, പക്ഷെ ബോഡി ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. പക്ഷെ മാർക്കറ്റ് അഗെയിൻ പോയി ഇവിടെ ബോഡി ക്ലോസ് ചെയ്യണം, ഇതിന് മേലെ ബോഡി ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്ത്, മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് സൈഡിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഓർഡർ ബ്ലോക്ക് ആയിക്കോട്ടെ, ഇവിടെ വരയ്ക്കുന്ന നമ്മുടെ ഡിമാൻഡ് ആയിക്കോട്ടെ, സപ്ലൈ ആയിക്കോട്ടെ, എല്ലാം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് റിയാക്ട് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു എന്നാണെങ്കിൽ നമുക്ക് അപ്പോൾ ഉറപ്പിക്കാം മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലല്ല. പക്ഷെ കറന്റ് നമ്മൾ തിങ്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്, നമ്മുടെ ആന്റിസിപ്പേഷൻ അഗൈൻ രീതിയിൽ തന്നെയാണ് പോകുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏകദേശം ഒരു 60 to 70% ഉറപ്പിക്കാം മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ മാർക്കറ്റ് ഇവിടെ എന്തുകൊണ്ട് മേലോട്ട് പോയെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് എന്തുണ്ട് 4 hour ഒരു ഡിമാൻഡ് ഉണ്ട്. സോ ആ ഡിമാൻഡ് തട്ടിയിട്ടായിരിക്കണം മാർക്കറ്റ് മേലോട്ട് പോകുന്നത്. പക്ഷെ ഈ ഒരു ഡിമാൻഡ് പൊളിക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ. കാരണം എന്തുകൊണ്ടാ മാർക്കറ്റിന് താഴെ ലിക്വിഡിറ്റിന്റെ ഡംപ് ചെയ്യണം. ഏറ്റവും താഴെ വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണ്? ഹയർ താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ആണ് കൂടുതൽ എന്നുള്ളത്. ഫൈൻ. ഇനി നമ്മൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇവിടെ നമുക്ക് റിയാക്ട് ചെയ്ത ഏരിയയിൽ ഒരു OB ഉള്ളതായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് പെൻഡിങ് ഉള്ള കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്നാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ 1 hour തന്നെ വേറൊരു കാര്യം, 1 hour അല്ല 4 hour. മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന റേഞ്ച് എന്താണെന്ന് അറിയാമോ? അതായത് ഇത് ഇൻഡ്യൂസ്മെന്റ് എടുത്തു, മാർക്കറ്റ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്തു, മാർക്കറ്റ് താഴ്ത്തു. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹയർ ടു ലോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ 50%-ലാണ് ഇപ്പൊ മാർക്കറ്റ് ഉള്ളത്, അല്ലെ? 50% മാർക്കറ്റ് ഉള്ളത്. സോ ഒരു 50% മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? താഴോട്ട് ഫാൾ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതന്നെയാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത്. 50% മീറ്റ് ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫാൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കറന്റ് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഡയറക്റ്റ് ഇവിടെ വീഴുന്ന സമയത്ത് എൻട്രി എടുക്കാം. നമുക്ക് കറന്റ് ഏതൊരു പൊസിഷനും ഹോൾഡിങ്ങിലില്ല. പൊസിഷൻസ് എടുത്തും നമ്മൾ ഹോൾഡിംഗ്സിൽ വെച്ചിട്ടില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന് താഴെ പോയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? ഇവിടെയുള്ള ഓർഡേഴ്സ് എടുക്കാൻ പറ്റും. കാരണം ഇത് നല്ല പാളാണ്. സോ ഇവിടെയുള്ള ഓർഡേഴ്സ് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്നും എൻട്രി പേ ചെയ്ത് ടാർഗറ്റ് ഈ ഒരു റേഞ്ച് വരെ വെക്കാമെന്നുള്ളതാണ് എന്റെ ആന്റിസിപ്പേഷൻ ഉള്ളത്. എൻട്രി ചാൻസ് എന്നുള്ളത് ഇതിന് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അഗെയിൻ മാർക്കറ്റ് ഈ റേഞ്ചിലോട്ട് വരുമ്പോൾ ഞാനൊരു ഈ രീതിയിലൊരു എൻട്രി ഞാനിവിടെ എന്ത് ചെയ്യും? കാരണം മേ ബി ഇനി ഇത് സ്വീപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, അല്ലെ? ഇനിയും സ്വീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഒരു ഇവിടെ ഞാനിത് വെച്ച് again ഇത് ഒരു 1:3.52 റിസ്ക് റിവാർഡിൽ ഞാനൊരു എൻട്രി പ്ലാൻ ചെയ്യും. ഇതിൽ ചേഞ്ചസ് വരാം. മേ ബി ഇവിടെ എനിക്ക് ആ ഒരു ഏരിയ കിട്ടില്ലായിരിക്കാം. മേ ബി മാർക്കറ്റ് വന്ന് ഈ ഒരു റേഞ്ചിലായിരിക്കും എനിക്കൊരു ഒരു 15 മിനിറ്റ്സിൽ ആ ഒരു സെറ്റപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത് മതി. ആ ഒരു എൻട്രിയിൽ ഞാൻ പ്ലേസ് ചെയ്യും. അപ്പൊ എവിടെ നിന്നാണോ ഇനി എനിക്കൊരു ആപ്റ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റിലൊരു ഓർഡർ താഴോട്ടുള്ളൊരു ക്ലിക്ക് വ്യൂ ചെയ്തത്, അവിടെ നിന്നും മാർക്കറ്റിന്റെ ഈ ഒരു ഏരിയ വരെ, ഈ ഒരു ഏരിയ വരെ ഞാൻ എന്ത് ചെയ്യും? മാർക്കറ്റിൽ വ്യൂ ചെയ്ത് എൻട്രി പ്ലേസ് ചെയ്യും. ഇതാണ് എന്റെ ഓവറോൾ മാർക്കറ്റിനെ പറ്റിയുള്ള ഇന്നത്തെ ബയാസ്. ഡൗൺ സൈഡ് ബയാസ് തന്നെയാണ്. എനിക്ക് സെക്ഷൻസ് ഇല്ല, സെക്ഷൻ ബ്രേക്കിംഗ് ഇല്ല, സെക്ഷൻ നോക്കലില്ല. അതൊക്കെ പോരായ്മകളാണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത മച്ച് ബെറ്റർ കിട്ടുമായിരിക്കും. ബട്ട് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ടൈമിലുള്ള ആ ഒരു പെർട്ടിക്കുലർ സ്ക്രിപ്റ്റിന്റെ പ്രൈസിലെ ആക്ഷൻസ് ആണ്. അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ പ്രൈസ് ആക്ഷൻ അല്ല പറയുന്നത്. ആ പ്രൈസ് അവിടെ എങ്ങനെ ആക്ട് ചെയ്യും, എന്തിനത് ഈ രീതിയിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്നാണ് ഞാൻ കൺക്ലൂഷൻസിൽ എത്തുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരു 50% മാർക്കറ്റ് വന്നത്, മാർക്കറ്റ് അവിടുന്ന് ഫെയിൽ ആവാനാണ്, അവിടുന്ന് താഴോട്ട് പോകാനാണ് നമ്മുടെ ഒരു ഐഡിയ കിട്ടുന്നത്. ഇനി ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കും. ഇനി വീണ്ടും നേരെ മാർക്കറ്റ് ഇവിടുന്ന് കയറി വന്നത് ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് ആ 50%-ൽ എല്ലാവരും റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേലെ ഏതെങ്കിലും ഒരു പോയിന്റിലാണെന്നുള്ളത് കിട്ടും. സോ എക്സാക്ട്ലി അവിടെ എന്താണ് ആ പ്രൈസ് നടക്കുന്നത്, അത് വെച്ച് നമ്മൾ ആ സമയത്തുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബീറ്റ് ചെയ്തു അതൊരു നമുക്ക് എന്താ ഓക്കെ ആയിട്ടുള്ള ഒരു ഉത്തരവാണെങ്കിൽ, നമ്മൾ കൺവിൻസ് ആവുന്ന പോലത്തെ ഒരു ഉത്തരവാണെങ്കിൽ ആ ഉത്തരത്തിന് അഗെയിൻസ്റ്റ് എങ്ങനെ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ച് നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു നോർമൽ രീതി ഉള്ളത്. ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട്. എനിവേ നോക്കാം. ഇനി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോ ഇവിടെ നിന്ന് വീഴുന്നു നോക്കിയിട്ട് അതിനനുസരിച്ച് എൻട്രീസ് ഏതെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മുതൽ ഡെയിലി വീഡിയോസ് നമുക്ക് ഇത് രീതിയിൽ നമ്മൾ ഇടും. അതേപോലെ തന്നെ
കറന്റ് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി അല്ല, വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി ചിന്തിക്കുന്നതിന്റെ റീസൺ ഒരുപാട് പേരുടെ ഐഡിയാസ് കിട്ടും, ഒരുപാട് ഫ്രണ്ട്സ് കിട്ടും, ഈ ഒരു സെയിം ഫീൽഡിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് കിട്ടും. നമുക്കൊന്ന് കയറി വരാനായിട്ട് പറ്റും. സോ അത് കയറി വരലിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇതില് നോക്കുന്നത് വേറെ ആരെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട് വരും. സപ്പോർട്ട് മീൻസ് ഐഡിയാസ്, നമ്മൾ തമ്മിൽ തമ്മിൽ ഈ ഐഡിയാസ് സംസാരിക്കുമ്പോഴും നമ്മുടെ വ്യൂസ് സംസാരിക്കുമ്പോഴും ബെറ്റർ ആയിട്ട് ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുമ്പോൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനാണെങ്കിൽ മൊത്തത്തിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ആവശ്യമുണ്ട്. ഞാൻ ഇതിലെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാം. അതിൽ ഞാൻ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി ഞാൻ പോസ്റ്റ് ചെയ്യാം. ഡിസ്കോഡ് പോലെ ഏതിലെങ്കിലും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കാം, എന്നിട്ട് നമുക്കും സെറ്റ് ആവണം എന്നുള്ളതാണ് കാര്യം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ എവറിങ്.